ഈ സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ LDF UDF ഒന്നുമല്ല, CPM അല്ല. സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുക്കുന്നത് സ്വന്തം സൈഡിൽ നിന്നാണ്, പാളയത്തിലെ പട തന്നെയാണ്. അതായത് സംഘപരിവാർ ഗ്രൂപ്പുകളാണ്. അദ്ദേഹത്തെ തൃശ്ശൂരിലൊന്നും പിന്നെ ക്ലച്ച് പിടിക്കാൻ സമ്മതിക്കാത്തത് സത്യം പറഞ്ഞാൽ സംഘപരിവാറുകാരുടെ ചില പരിപാടികൾ കൊണ്ട് മാത്രമാണ്. ഇനി അദ്ദേഹം കൂടുതൽ വോട്ട് നേടാൻ പോലും ഒരുപക്ഷെ ഇവർ സമ്മതിക്കത്തില്ല എന്ന് തോന്നിപ്പോകുന്നു ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ. അദ്ദേഹം ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ നോക്കുന്നു. ഇപ്പം ലൂർദ് മാതാവിന് കൊണ്ട് സ്വർണ്ണ കിരീടം സമ്മാനിച്ചത് എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടു. പിന്നെ ഗുരുവായൂരിലെ വിവാഹം തന്നെ ഗുരുവായൂരിലൊരു മഹാമേളയായിട്ട് മാറ്റിയത് തൃശ്ശൂർ മത്സരിക്കാനുള്ള മറ്റൊരു പൊളിറ്റിക്കൽ ഗ്രൗണ്ടാണെന്ന്, വീണ്ടും മത്സരിക്കാനുള്ളതാണെന്ന് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ സംഘപരിവാർ കാണിക്കുന്ന എന്താണ്? എന്തിനാണ് സുരേഷ് ഗോപി ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇപ്പം ഏറ്റവും ഒടുവിലത്തെ വിവാദം എന്താണ്? അവിടെ ഒരു പള്ളി പണ്ട് അമ്പലമായിരുന്നു, അത് തിരിച്ചു കൊടുക്കണമെന്നാണ്. തൃശ്ശൂരിലെ പാലയൂർ സെന്റ് തോമസ് ചർച്ച്. തൃശ്ശൂരിലെ പാലയൂർ സെന്റ് തോമസ് ചർച്ച് പണ്ട് ശിവക്ഷേത്രമായിരുന്നു എന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കളാണ്, ഹിന്ദു ഐക്യവേദിയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് തിരിച്ചു തരണമെന്ന്. സെന്റ് തോമസ് ചർച്ച് പണ്ട് ശിവക്ഷേത്രമായിരുന്നു. ഈ പണി ആർക്കിട്ടാണ് കൊടുത്തിരിക്കുന്നത്? അതുപോലെ സുരേഷ് ഗോപിക്കിട്ടല്ലേ ഈ പണി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം പലരും ആവശ്യപ്പെട്ടു തുടങ്ങി എന്താണ്, സുരേഷ് ഗോപി ഇതിന് മറുപടി പറയണം. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അതായത് ഈ പാരമണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, സ്വന്തം പാളയത്തിൽ തന്നെ പാര ഉണ്ടാക്കുക, പാരമണിക സുരേഷ് ഗോപിക്ക്. അപ്പൊ സുരേഷ് ഗോപി ഇപ്പൊ ഇനി എന്ത് ചെയ്യണം? മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ സംഘടനയാണ്, എല്ലാവർക്കും അറിയാം. RSSന്റെയൊക്കെ സഹോദര സംഘടനയാണ് ഹിന്ദു ഐക്യവേദി. അപ്പോൾ ഹിന്ദു ഐക്യവേദി ഉന്നയിച്ച ഈ ഒരു അവകാശവാദം, സെന്റ് തോമസ് ചർച്ച്, പാലയൂർ സെന്റ് തോമസ് ചർച്ച് പണ്ട് ശിവക്ഷേത്രമായിരുന്നു എന്നതിനോട് സുരേഷ് ഗോപി യോജിക്കുന്നുണ്ടോ? മൗനം പാലിക്കാതെ നിലപാട് വ്യക്തമാക്കണം. ഇത് പണി കിട്ടാൻ പോവുകയാണ് ഇങ്ങനെ പോയാൽ. ഇപ്പം ഇതിൻ്റെ അത് സുരേഷ് ഗോപി മിണ്ടാതിരുന്നാലും പ്രശ്നമാവും. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വരും. രാഷ്ട്രീയ പാർട്ടികൾ ചോദ്യം ഉന്നയിക്കും, കോൺഗ്രസും CPM ഒക്കെ ഉന്നയിക്കുമല്ലോ. ഉത്തരം പറയണ്ടേ? ഒരു ഇലക്ഷൻ ഗോദായിൽ ഇറങ്ങുമ്പോൾ ഉത്തരം പറയേണ്ടി വരും. ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ 2-3 ദിവസമായി ആരോപണം വന്നിട്ട് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഈ അവകാശവാദം വന്നിട്ട് സുരേഷ് ഗോപി മറുപടി പറയേണ്ടി വരും. അതൊക്കെ മത്സരിക്കുന്നെങ്കിൽ. ഇല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ അങ്ങേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ മത്സരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മതിയല്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽപ്പെടുന്ന ഈ ചർച്ചിനെ കുറിച്ച് ഈ വിവാദം വന്നപ്പോൾ അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും പ്രതികരിക്കേണ്ടതാണ്. പ്രതികരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇപ്പം ഇവിടെ സംഘപരിവാർ മറ്റൊരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. വേറെ ചില ക്ഷേത്രങ്ങളിലും ഇതുപോലെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, മലയാറ്റൂര് പള്ളി ഉൾപ്പെടെ. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ നമ്മൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പള്ളിയും പണ്ട് അമ്പലമായിരുന്നു, ക്ഷേത്രമായിരുന്നു എന്നിപ്പം സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഉന്നയിച്ചത് RSSന്റെ നേതാവ് TG മോഹൻദാസ് ആണ്. പേരെടുത്ത് പറയാം, ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പറഞ്ഞിരിക്കുന്നത്. അർത്തുങ്കൽ പള്ളി പണ്ട് ക്ഷേത്രമായിരുന്നു, അത് തിരിച്ചു തന്നേ മതിയാവുമെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പണ്ട് ആരുടേതായിരുന്നു? ഈ അർത്തുങ്കൽ പള്ളിയെ പറ്റി പറഞ്ഞ TG മോഹൻദാസ് അറിയപ്പെടുന്ന ഒരു RSS സൈദ്ധാന്തികനായിട്ടാണ്. BJP അല്ല അദ്ദേഹം. പിന്നെ സംഘപരിവാറിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. പ്യുവർ RSS ഒരു കേഡറുണ്ട്. പിന്നെ BJPയിൽ എല്ലായിടത്തുനിന്നും വരുന്ന ആൾക്കാർ ചേരും. കോൺഗ്രസിൽ നിന്ന് വരുന്നവരും ഒക്കെ ചേരുമല്ലോ. ഇപ്പോൾ BJPയിൽ ഡെയിലി ചേർന്നുകൊണ്ടിരിക്കുകയല്ലേ. അവരെയൊന്നും RSS പ്യുവർ സംഘപരിവാറായിട്ടൊന്നും കാണുന്നില്ല. RSSന്റെ ഒരു പ്യുവർ ഒരു സംഘമുണ്ട്. പ്യുവർ RSS എന്ന് പറയുന്ന സംഘത്തിൽപ്പെടുന്ന ആളാണ് TG മോഹൻദാസ് എന്നാണ് എൻ്റെ അറിവ്. അതുപോലെ വേറെ പലരുമുണ്ട്. അവർ പറയുന്ന നിലപാട്, അവര് സ്ത്രീ പ്രവേശനം, ശബരിമലയിൽ യുവതീ പ്രവേശനം വേണമെന്ന് വാദിച്ചവരാണ്. കേസരി പണ്ട് ലേഖനം എഴുതിയൊക്കെ അറിയാമല്ലോ. RSSന്റെ നിലപാട്, ശബരിമല കേസിൽ നിലപാട്, ആദ്യത്തെ അവരെടുത്ത നിലപാട്, K. സുരേന്ദ്രൻ വരെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തെളിവായിട്ട് കിടപ്പുണ്ട്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം, സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണെന്നൊക്കെ നിലപാടെടുത്ത RSS പിന്നെ മലക്കം പറഞ്ഞതിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ TG മോഹൻദാസിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഓക്കെ, അർത്തുങ്കൽ പള്ളി പണ്ട് ക്ഷേത്രമായിരുന്നു, തിരിച്ചു തരണം നിങ്ങൾ ആവശ്യപ്പെടുന്നു. പാലയൂർ സെന്റ് തോമസ് ചർച്ച് പണ്ട് അമ്പലമായിരുന്നു, ക്ഷേത്രമായിരുന്നു, തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആരുടേതായിരുന്നു?
നേരത്തെ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതൊരു ബുദ്ധ വിഹാരമായിരുന്നല്ലോ, തെളിവുകളുണ്ടല്ലോ. അത് ഈ ബുദ്ധമതക്കാർക്കും തിരിച്ചു കൊടുക്കാൻ ടി ജി മോഹൻദാസ് തയ്യാറാവുമോ? അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ തയ്യാറാവുമോ? ഇങ്ങനെ ചികഞ്ഞ് പോയാൽ നമ്മൾ എത്തുക ഒരു ചരിത്രത്തിൻ്റെ ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടല്ലോ. ചരിത്രം എന്ന് പറഞ്ഞാൽ ഭൂതകാലമാണ്. അവിടെ പലർക്കും ഉത്തരങ്ങൾ മുട്ടും. ഓരോ കാലഘട്ടത്തിലും ഭരണാധികാരികൾ മാറി വന്നപ്പോൾ വിശ്വാസ കേന്ദ്രങ്ങളെ അവരുടെ പൊളിറ്റിക്സിന്, രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ലോക ചരിത്രം മുഴുവൻ നോക്കിയാൽ മതി. ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല. അധികാരം നിലനിർത്താനും അധികാരം മുന്നോട്ട് കൊണ്ടുപോകാനും അന്യമതത്തിൽ നിന്ന് കല്യാണം വരെ കഴിക്കുക, ചരിത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ ഉൾപ്പെടെ അത് അധികാരം നിലനിർത്താനുള്ള ബഹുഭാര്യത്വം വെച്ചിട്ട് ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ചക്രവർത്തിയാണെങ്കിലും ഞാൻ ഇന്നയാളെ കൂടെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എൻ്റെ മതേതരത്വം ഞാൻ തെളിയിക്കുന്നു. അതൊക്കെ ശരിക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു. അന്ന് അധികാരം ഉറപ്പിക്കുക ചക്രവർത്തിമാർക്ക്, രാജാക്കന്മാർക്ക്. ഇപ്പം ജനാധിപത്യ വ്യവസ്ഥയിലും അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ അവകാശപ്പെട്ടാൽ, നിങ്ങൾ അവകാശപ്പെടുന്നത് മറ്റൊരാളുടെ ആണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളത് കൊടുക്കുമോ? ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വേറെ പലതും പറയാനുണ്ട്, ഇവിടെ നീട്ടി പറയുന്നില്ല. കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രം എന്താ നമ്മൾ പഠിക്കണം. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ടി ജി മോഹൻദാസ് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവിടെ നിന്ന് ബുദ്ധഭിക്ഷുക്കളെ ഓടിച്ചിട്ട് അത് കൈയടക്കിയത് ആരായിരുന്നു? കൊടുങ്ങല്ലൂർ. ഭരണിപ്പാട്ട് അവിടെ എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞാൽ തെറിപ്പാട്ട്. ഇതൊക്കെ ചരിത്രം പറഞ്ഞു പോയാൽ ഒത്തിരി നീണ്ടുപോകും, അത് പിന്നെ പറയാം. അതുകൊണ്ട് ടി ജി മോഹൻദാസിനെ പോലുള്ള RSS നേതാക്കൾ, വക്താക്കൾ ഈ കൊടുങ്ങല്ലൂർ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. എല്ലാത്തിലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവകാശം, അർത്തുങ്കലും സെന്റ് തോമസ് പാലിയോർ ചർച്ചൊക്കെ, ഇതും ഇവിടെ പറയുക. ഇനി വേറെ പറയാനുണ്ട്, കേരളത്തിൽ തന്നെ വേറെ നമുക്ക് പറയാനുണ്ട്. അതിലേക്ക് നമുക്ക് വരാം, ഒരു ചർച്ചയാവട്ടെ, നോക്കാം നമുക്ക്.